മലപ്പുറത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പോലീസ് അക്കാഡമിയിൽ 2007 കോടിയേരി ബാലകൃഷ്ണൻ സാറ് ഈ ഡോഗ് ട്രെയിനിങ് സെന്റർ ഉദ്ഘാടനം ചെയ്യുന്നത് തൃശ്ശൂർ. അന്ന് അവിടെ ചാർജ് എടുക്കാനായിട്ട് ആരുമില്ല, ആർക്കും താല്പര്യമില്ല. കാരണം പോലീസിലെ ഡോഗന്മാർ ചേരുന്ന ആളുകളൊക്കെ അവരുടെ പേരിന് മുമ്പിൽ ഒരു പേര് കൂടി ചേർത്തിട്ടാണ് വിളിക്കുക. പട്ടി രമേഷ് എന്നാ വിളിക്കുക. അപ്പോൾ അലക്സാണ്ടർ ജേക്കബ് സാറായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചു, നിങ്ങൾക്ക് ഇതിൻ്റെ ഇൻചാർജ് ആയിട്ടിരിക്കാൻ പറ്റും? അപ്പോൾ ഞാൻ പറ്റും. ഒരു ഡോഗും 2 ഹാൻഡലർമാരായ പോലീസുകാരും ഉണ്ടാവും. അവർ സ്ഥിരമായിട്ട് ആ ഡോഗിൻ്റെ മാത്രമായിരിക്കുമോ? 9 മാസത്തെ ട്രെയിനിങ്ങിന് ശേഷം ഈ ഡോഗ് മരിക്കുന്നത് വരെ അല്ലെങ്കിൽ ഡീകമ്മീഷൻ ചെയ്യുന്നത് വരെ ഈ ഡോഗ് ഹാൻഡലർമാരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരാവണം ഈ ഡോഗിൻ്റെ കൂടെ ജോലി ചെയ്യേണ്ടതെന്ന് സംസ്ഥാന പോലീസ് മേധാവിയുടെ ഉത്തരവുണ്ട്. പട്ടി ഇവിടെ നിർത്തി കഴിഞ്ഞാൽ ഞാൻ ഫുഡ് എടുത്തിട്ട് തലയുടെ മുകളിൽ കൊണ്ടുപോയി പട്ടി മെല്ലെ തല പൊന്നിച്ചോണ്ടിരിക്കും. അവിടെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ സിറ്റ് എന്നുള്ള കമാൻഡും കൂടി ഡെലിവറി ചെയ്യും. 10 പ്രാവശ്യം ചെയ്യുമ്പോൾ സിറ്റ് എന്നുള്ള കമാൻഡ് കിട്ടുന്നതാണെന്ന് മനസ്സിലാക്കും. നാർക്കോട്ടിക്സ് മണക്കാൻ പട്ടി പോകുമ്പോൾ ഇത് പട്ടിക്കും ബാധകമാവില്ലേ? പട്ടിക്കും കിക്ക് കിട്ടില്ല ഇതിൻ്റെ? ഒരു മനുഷ്യൻ കഞ്ചാവ് അടിച്ചാൽ നാർക്കോട്ടിക് അടിച്ചാൽ എങ്ങനെ വയലൻ്റായിട്ട് ബിഹേവ് ചെയ്യുന്നു, മിസ്ബിഹേവ് ചെയ്യുന്നത് പോലെ തന്നെ ഡോഗ് മിസ്ബിഹേവ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ശ്രീ രമേഷ് പി ഒരു മാസ്റ്റർ ഡോഗ് ട്രെയിനറാണ്. മാസ്റ്റർ ഡോഗ് ട്രെയിനർ എന്ന് പറഞ്ഞാൽ പോലീസ് നായ്ക്കളെ പരിശീലിപ്പിക്കുന്ന അല്ലെങ്കിൽ പോലീസ് നായ്ക്കളെ കൊണ്ട് കുറ്റം തെളിയിക്കാൻ അവരോടൊപ്പം സഞ്ചരിക്കുന്ന ഹാൻഡ്ലർമാരെയും പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും അവരുടെ നായ്ക്കളെയും ഒരുപോലെ പരിശീലിപ്പിക്കുന്ന ഒരാൾ. ദീർഘകാലമായി അദ്ദേഹത്തിൻ്റെ ജോലി അതാണ്. നായ്ക്കൾ എങ്ങനെയാണ് കേസുകൾ തെളിയിക്കുന്നത്, ആ കേസുകൾ തെളിയിക്കാൻ നായ്ക്കളെ എങ്ങനെയാണ് പരിശീലിപ്പിക്കുന്നത്, ഈ കഥകളാണ് നമ്മൾ പറഞ്ഞു വന്നിരുന്നത്. ആ കഥകൾ നമുക്ക് തുടരാം. താങ്ക് യു സാർ. ഈ പരിശീലന കാലത്തോ ഈ ഡിറ്റക്ഷന് വേണ്ടി പോകുന്ന സമയത്തോ ഒക്കെ ഈ ഡോഗുകൾക്ക് ആക്സിഡൻറ്റ് പറ്റി മരണപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട് സാർ. അത് ആക്സിഡൻറ്റ് മാത്രമല്ല, ചില മരുന്നുകൾ കഴിച്ചതിൻ്റെ ഫലമായിട്ട് ഒക്കെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. 2 ഇൻസിഡൻറ്റുകളാണ് ട്രെയിനിങ് സെൻറ്ററിൽ നടന്നിട്ടുള്ളത്. ഒന്ന് 2022 ഒരു ക്ലൂ എന്ന് പറഞ്ഞിട്ട് ഒരു പേരായ ഒരു ജർമ്മൻ ഷെപ്പേർഡ് ഡോഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് റിവാർഡായിട്ട് നമ്മൾ കൊടുക്കുക ബോളാണ്. ഈ റിവാർഡായിട്ട് ബോൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പട്ടിക്ക് ഈ ബോൾ ഇഷ്ടമാണോ? ബോൾ കാണുമ്പോൾ പട്ടി ചിന്തിക്കുന്നത് ഒരു ജീവനുള്ള വസ്തുവായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതിനെ പിടിച്ച് കുടയും, അപ്പോൾ അത് ടൈറ്റാക്കും. അപ്പോൾ അത് നമ്മൾ അതിനോട് അസോസിയേറ്റ് ചെയ്തിട്ട് എന്താണോ ആർട്ടിക്കിൾ കണ്ടെത്തേണ്ടത് അത് അസോസിയേറ്റ് ചെയ്ത് അതിനോടുള്ള ഒരു ക്രൈസ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക. അപ്പോൾ അത്രയ്ക്കും ക്രൈസ് ആക്കി എടുക്കുകയാണ്. അപ്പോൾ ഈ റിവാർഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പട്ടി ഈ വർക്ക് ചെയ്യുന്നത്. എക്സ്പ്ലോസീവ് കണ്ടെത്തുന്നതും നാർക്കോട്ടിക് കണ്ടെത്തുന്നതും അതിന് പ്രത്യേകിച്ച് വേറെ ഗുണമൊന്നുമില്ല. അപ്പോൾ ഈ റിവാർഡ് മാത്രമാണ് ഒരു ഗുണം. അപ്പം ഇങ്ങനെ ഒരിക്കൽ റിവാർഡ് കൊടുത്ത സമയത്ത് ബോള് നിലത്ത് വന്ന് വീണ് മുകളിലേക്ക് പോയി ഈ ക്ലൂ പിന്നാലെ ചാടി എയറിൽ വെച്ചിട്ട് തന്നെ ബോൾ പിടിച്ചു. ആ പട്ടി വന്ന് താഴത്തേക്ക് ഇരുന്ന വഴിക്ക് അത് തൊണ്ടയിലേക്ക് ഇറങ്ങിപ്പോയി. അപ്പം ഞങ്ങളവിടെ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ മാക്സിമം ഫസ്റ്റ് എയ്ഡ് ചെയ്ത് നോക്കി. ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞാൽ 2 തരത്തിലുള്ള ഫസ്റ്റ് എയ്ഡാണുള്ളത്. തൊണ്ടയിൽ ബോൾ കുടുങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് പുറത്തടിക്കുക, തല കീഴ്പ്പെട്ടാക്കിയിട്ട് പുറത്തടിക്കുക. പക്ഷെ നമുക്ക് ഞാൻ മാക്സിമം പുറത്തടിച്ച് നോക്കി. പുറത്തേക്ക് പോവാണെങ്കിൽ പോട്ടെ. പിന്നെ രണ്ടാമത്തെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ബാക്കിലെ 2 കാലും പിടിച്ച് പൊന്തിച്ച് കുടയാണ് ചെയ്യുക, അല്ലെങ്കിൽ ബാക്കിലെ കാല്. പക്ഷേ ബാക്കിലെ കാല് പിടിച്ച് പൊന്തിച്ച സമയത്ത് ഈ ക്ലൂ എന്ന് പറഞ്ഞ ഡോഗ് തല തിരിച്ചിട്ട് പിടിക്കുന്ന ആളെ കടിക്കുക. ഒരു പോലീസുകാരൻ്റെ കയ്യിൻ്റെ വിരൽ ഒടിഞ്ഞു പോയി, എല്ല് പൊട്ടിപ്പോയി കടി കെട്ടിയിട്ട്. കാരണം അത്രയ്ക്കും ഹരീഷ് എന്ന് പറഞ്ഞ പോലീസുകാരനായിരുന്നു. അവൻ്റെ എൻ്റെ വിരൽ പൊട്ടിപ്പോയി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് പറ്റില്ല, ഇനി നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതല്ല എന്ന് കരുതി നമ്മൾ നേരെ ഒരു ഡോക്ടറെ വിളിച്ചു. അവിടെ സ്ഥിരം വരുന്നൊരു ഡോക്ടറാണ്. അപ്പോൾ സത്യത്തിൽ ആ ഡോക്ടർ ഒരു ചതിച്ചു അതിൽ. അത് പറയാതിരിക്കാനൊന്നും ഭാഗമില്ല. കാരണം ഞാൻ വിളിച്ചത് ആ ഡോക്ടറെ വീട്ടിലേക്ക് കൊണ്ടുപോകാനല്ല, ഞാൻ വിളിച്ചത് ആ ഡോക്ടർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനാണ്. കാരണം ഞാൻ പറഞ്ഞിരുന്നു ബോൾ തൊണ്ടയിൽ കുടുങ്ങിയിട്ടുണ്ട്, ആശുപത്രിയിലേക്ക് ആണ് ഞാൻ അയക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആശുപത്രിയിലേക്ക് അയച്ചോളൂ, ഞാൻ ആശുപത്രിയിലുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആശുപത്രിക്ക് കയറ്റി അയക്കുന്നത്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കൊണ്ടുപോയ പോലീസുകാരെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എല്ലാ ആശുപത്രിക്കല്ല ഡോക്ടറെ വീട്ടിലേക്ക് കൊണ്ടുചെല്ലാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഡോക്ടറെ വീട് അവരുടെ അടുത്തായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി കയ്യിൽ നിന്ന് പോയി സംഗതി. കാരണം ഞാൻ എൻ്റെ കാർ എടുത്തിട്ട് ഞാൻ വീണ്ടും ഈ ഡോക്ടറെ വീട്ടിലേക്ക് പോയി. വീട്ടിലേക്ക് പോയപ്പോൾ ഡോക്ടർ അവിടെ ഡോഗിന് സെഡേഷൻ കൊടുക്കാൻ വേണ്ടിയുള്ള മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി പോലീസുകാരെ അയച്ചിരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്ക് മണ്ണുത്തി വെറ്റിനറി കോളേജിൽ കൊണ്ടുപോയാൽ മതിയല്ലോ. ഡോക്ടർ വീട്ടിലുണ്ടായിരുന്നു ആണെങ്കിൽ ഞാൻ അങ്ങോട്ട് അയക്കില്ലായിരുന്നു. ആശുപത്രിയിലാണെന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഞാൻ അയച്ചു. അല്ല, ഞാൻ ഇവിടെ ചെയ്യാൻ പറ്റുന്നതാണ് കരുതിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു പറ്റില്ല, എന്നാൽ നേരെ മണ്ണുത്തി വെറ്റിനറി കോളേജിൽ കൊണ്ടുപോകാൻ അവരും പറഞ്ഞു. ഞങ്ങളവിടെ കൊണ്ടുപോയപ്പോഴും ഈ ഡോക്ടർ ചെയ്യുന്ന കാര്യം തന്നെ അവർ ചെയ്യുന്നത്. സെഡേഷൻ കൊടുത്തിട്ട് ബോൾ റിലീവ് ചെയ്യുക. അപ്പോൾ അവർ സെഡേഷൻ കൊടുത്ത് ബോൾ റിലീവ് ചെയ്ത ഉടൻ തന്നെ കാർഡിയാക് ഫെയിലിയർ ഉണ്ടായി, ഡോഗ് മരിച്ചുപോയി. അത് വലിയൊരു അനുഭവമായിരുന്നു, നമുക്ക് വലിയൊരു വിഷമമായിരുന്നു സംഗതി. അത് ഏതാണ്ടൊരു
10-11 മാസം പ്രായമുള്ളൂ. അതായത് ട്രെയിനിങ് തീരാൻ 1 മാസമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അത്രയ്ക്കും നല്ല ഡോഗായിരുന്നു അത്. അതിൻ്റെ പേരിൽ പിന്നീട് വലിയ ആരോപണങ്ങളൊക്കെ കേൾക്കേണ്ടി വന്നു. അത് പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് നടത്തിയില്ല, പ്രോപ്പറായിട്ട് ഫസ്റ്റ് എയ്ഡ് ചെയ്തില്ല എന്നൊക്കെ പറയേണ്ടി വന്നു. അതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിലുണ്ടാകുന്ന എല്ലാ മേഖലയിലും ഉണ്ടാകുന്ന ഒരു തൊഴുത്തിൽ കുത്തുകളൊക്കെ അവിടെ ഉണ്ടാവുമല്ലോ. പിന്നെ മറ്റൊരു ഡോഗ് നമുക്ക് ഇതുപോലെ മരുന്ന് മാറി കൊടുക്കല്ല, മരുന്നിൻ്റെ സൈഡ് എഫക്റ്റ് കൊണ്ട് മരിച്ചതാണ്. ഞാൻ ഇവരോടൊക്കെ പറയുക, ട്രെയിനിങ് സമയത്ത് പറയുക, നിങ്ങൾ ആർട്ടിക്കിൾ കണ്ടെത്തുന്നതിൻ്റെ പെർസെൻറ്റേജ്, ആർട്ടിക്കിൾ കണ്ടെത്തുന്നതിൻ്റെ വേഗത, ഇതാണ് സ്പീഡ് ഓഫ് ഡിറ്റക്ഷൻ, പെർസെൻറ്റേജ് ഓഫ് ഡിറ്റക്ഷൻ, ഇതാണ് ഒരു ഡോഗിൻ്റെ കപ്പാസിറ്റി നിശ്ചയിക്കുക. അപ്പോൾ നിങ്ങൾ വളരെ വേഗത്തിൽ ഒരു ആർട്ടിക്കിൾ കണ്ടെത്തണം. എത്ര ഒളിച്ചു വെച്ചിരിക്കുന്ന വസ്തു പട്ടി കണ്ടുപിടിക്കണം. അതെ, കണ്ടെത്തണം. അത് എക്സ്പ്ലോസീവ് ആവട്ടെ, നാർക്കോട്ടിക് ആവട്ടെ, ഇപ്പോൾ ഈ കടാവറിൻ്റെ ആവട്ടെ, അല്ലെങ്കിൽ ഈ ട്രാക്ക് ആവട്ടെ, എന്തോ ആവട്ടെ, എത്രയും പെട്ടെന്ന് കണ്ടെത്തണം, എത്രയും എണ്ണം കണ്ടെത്തണം. അപ്പോൾ ഇങ്ങനെ പരിശീലിപ്പിക്കുന്ന സമയത്ത് ഇവർക്ക് പലർക്കും ആശങ്കയാണ്. പട്ടീനെ ഇവർ വിശ്വസിക്കില്ല, പോലീസ് ഉദ്യോഗസ്ഥന്മാർ പട്ടിയെ വിശ്വസിക്കില്ല. പട്ടിയുടെ കാപ്പബിലിറ്റിയിൽ അവർ പലപ്പോഴും ആശങ്കയുള്ളവരാണ്. അപ്പോൾ ഞാൻ പറഞ്ഞൊരു ദിവസം, ഞാൻ ഈ ടെസ്റ്റ് ചെയ്യാം, ഡോഗിനെ തരും, ഞാൻ അങ്ങോട്ട് തിരിഞ്ഞേക്കാം, നിങ്ങളെൻ്റെ പുറകിൽ ആർട്ടിക്കിൾ എക്സ്പ്ലോസീവ് മെറ്റീരിയൽ ഹൈഡ് ചെയ്തോളൂ. അപ്പോൾ ഞാനും ഡോഗ് അങ്ങോട്ട് തിരിഞ്ഞു നിന്നു. അപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പട്ടിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു മറ്റേ KSEBയുടെ യാർഡിലായിരുന്നു പരിശീലനം. അപ്പോൾ അവിടെ ഒരുപാട് സാമഗ്രികൾ കിടക്കുന്നുണ്ടല്ലോ KSEBയുടെ. അപ്പോൾ ഇതിനിടയിൽ അവർ 13 ആർട്ടിക്കിൾ ഒളിപ്പിച്ചു വെച്ചത് ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു, ആർട്ടിക്കിൾ ഒളിപ്പിച്ച് വെക്കുമ്പോൾ ശ്രദ്ധിക്കണം, എവിടെയാണ് ഒളിപ്പിച്ച് വെച്ചതെന്ന് നിങ്ങൾ രേഖപ്പെടുത്തി വെക്കണം. പട്ടിക്കും എനിക്കും കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ അത് എടുത്തിട്ട് വേണം പോകാൻ, അല്ലാതെ അവിടെ ഇട്ടിട്ട് പോകാൻ പാടില്ല. അപ്പം ഞാൻ ഈ ഡോഗിനെ വെച്ച് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു, സാറ് വെച്ചിട്ടുണ്ട്, സാറ് വിട്ടോ എന്ന് പറഞ്ഞു. ഞാൻ ഈ ഡോഗിനെയും കൊണ്ട് ഈ ആടിൽ പരിശോധിച്ചു. 13 എണ്ണത്തിൽ 12 എണ്ണം ഡിറ്റക്ട് ചെയ്തു, ഒരെണ്ണേ എനിക്ക് കിട്ടാതിരുന്നുള്ളൂ. ഈ ഡോഗ് ഡെയ്സി എന്ന് പറഞ്ഞ ഡോഗായിരുന്നു. കോഴിക്കോട് ജില്ലയിലെ ഡെയ്സി എന്ന് പറഞ്ഞ ഡോഗായിരുന്നു. ഈ ഡോഗിന് ആ ഡിറ്റക്ഷൻ കഴിഞ്ഞ് വന്ന ദിവസം മണ്ണുത്തി വെറ്റിനറി കോളേജിൽ നിന്ന് ഒരു ലബാമിസോൾ ഹൈഡ്രോക്ലോറൈഡ് എന്ന് പറഞ്ഞിട്ടൊരു ഡീവേമിങ് ഗുളിക കൊടുത്തു. ഈ ഗുളിക കൊടുത്ത് 1000 ഡോഗിൽ ഒരു ഡോഗിന് ഇത് നേരെ ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടാക്കും. ഈ ഡോഗ് അത് കഴിച്ചു. ഡോഗ് കഴിച്ച് ഈ പറഞ്ഞ പോലെ ആ ഡോഗ് അങ്ങനെ എന്താ പറയുക, ആമാശയത്തു നിന്നുള്ള ആ ഇതൊക്കെ ദ്രവിച്ച് പുറത്തേക്ക് പോകുന്നത് പോലെ ഒരു കരിഞ്ഞ മണം വരുമായിരുന്നു. നേരെ മണ്ണുത്തിയിൽ കൊണ്ടുപോയി നമ്മൾ അവിടെ വൈകുന്നേരം വരെ നമ്മൾ ട്രീറ്റ് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു, ഇനി രക്ഷയില്ല, തിരിച്ചു കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞ് അത് പോലീസ് അക്കാഡമിയിൽ കൊണ്ടുവന്നിട്ട് അത് അവിടെ അന്ന് രാത്രി മരിക്കുക ചെയ്തത്. അത് അത്രയ്ക്കും എക്സലൻറ്റ് ഡോഗായിരുന്നു. ഈ ഡോഗ് മരിച്ച ദിവസം അതിൻ്റെ ഹാൻഡലർ സന്തോഷ് ഒരു 10 മിനിറ്റെങ്കിലും എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടുണ്ടാവും. അത്രയ്ക്കും ആത്മബന്ധമായിരുന്നു ആ ഡോഗ് സന്തോഷമായിട്ട്. സന്തോഷം പ്രവീണാണ് എൻ്റെ ഹാൻഡലർമാരായിരുന്നത്. ഈ ഡോഗ് മരിച്ചു കഴിഞ്ഞാൽ ഈ ഹാൻഡലർമാർക്ക് പുതിയ 2 ഡോഗുകളെ കൊടുക്കും, അതോ അടുത്ത ബാച്ച് വരെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുമോ അവർ? എങ്ങനെയാണ് അതിനെ? സാർ, ഒരു ട്രെയിനിങ് ബാച്ചിൻ്റെ ഇടയിൽ വെച്ചിട്ട് അവർക്ക് ചിലപ്പോൾ കയറാൻ പറ്റിയെന്ന് വരില്ല. കാരണം അത് ജില്ലാ പോലീസ് സൂപ്രണ്ടന്മാരാണ് നിശ്ചയിക്കേണ്ടത്. ഒരു ഡോഗ് മരിച്ചാൽ ആ ജില്ലയിലേക്ക് വേറെ ഡോഗിനെ വേണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത്, അന്തിമ തീരുമാനം പറയേണ്ടത് ജില്ലാ പോലീസ് സൂപ്രണ്ടന്മാരാണ്. അപ്പോൾ അവരത് ആംഡ് പോലീസ് ബറ്റാലിയന് കൊടുത്ത് ആംഡ് പോലീസ് ബറ്റാലിയനിൽ നിന്നാണ് ഡോഗിനെയൊക്കെ പർച്ചേസ് ചെയ്യുക. അപ്പോൾ അത് ചിലപ്പോൾ പ്രാക്ടിക്കലായി എന്ന് വരില്ല. പക്ഷേ അടുത്ത ബാച്ചിൽ ചിലപ്പോൾ അവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തേക്കാം. അതല്ലെങ്കിൽ ഇവരെ തിരിച്ചു വിടുകയാണോ? തിരിച്ച് അവരെ അതായത് യൂണിറ്റിലേക്ക് മടക്കി അയക്കാൻ പറ്റുക. മണം പിടിച്ചു, അല്ലെങ്കിൽ നാർക്കോട്ടിക്സ് അല്ലെങ്കിൽ ഒരു എക്സ്പ്ലോസീവിൻ്റെ മണം പിടിച്ചു കഴിഞ്ഞാൽ ഇവൻ എങ്ങനെയാണ് നമ്മളെ അറിയിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ അവനിൽ നിന്ന് എങ്ങനെയാണ് ഇവിടെ ഇങ്ങനെയൊരു വസ്തുവാണ്? ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, എയർപോർട്ടിൽ കുറേ ആളുകൾ ഇറങ്ങി വരുന്നു, അവരെല്ലാം ഓരോ പെട്ടിയായിട്ടായിരിക്കും വരുന്നത്. ഒരാളുടെ പെട്ടിക്കകത്ത് ഇതുണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്താൽ ഇവൻ എന്ത് സൂചനയാണ് നമുക്ക് തരിക? നമ്മളിപ്പോൾ പഠിപ്പിക്കുന്നത് ഈ ആർട്ടിക്കിൾ കണ്ടെത്തി കഴിഞ്ഞാൽ ആർട്ടിക്കിൾ വെച്ച ബാഗ് അല്ലെങ്കിൽ ആർട്ടിക്കിൾ ഹൈഡ് ചെയ്ത മനുഷ്യൻ എവിടെയാണോ ഹൈഡ് ചെയ്തത് അതിൻ്റെ അടുത്ത് ചേർന്നിരിക്കാനും അവിടേക്ക് ഫോക്കസ് ചെയ്ത് നോക്കിയിരിക്കാനാണ് പഠിപ്പിക്കുന്നത്. നേരത്തെ കുറയ്ക്കാനൊന്നും പഠിപ്പിക്കില്ലായിരുന്നു? അല്ല സാർ, നാർക്കോട്ടിക് കിട്ടുന്ന സ്ഥലങ്ങളെ നമ്മൾ കുറയ്ക്കാൻ പഠിപ്പിക്കുമായിരുന്നു. പക്ഷേ എക്സ്പ്ലോസീവ് കിട്ടുന്ന സ്ഥലത്ത് നമ്മൾ കുറയ്ക്കാൻ പണ്ട് പഠിപ്പിച്ചിരുന്നു, പക്ഷെ ഇപ്പം ഇല്ല. കാരണം എക്സ്പ്ലോസീവ് ചിലത് ശബ്ദം കൊണ്ട് പൊട്ടിത്തെറിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ പാസീവ് ഇൻഡിക്കേഷനാണ്. നാർക്കോട്ടിക് ഇപ്പോഴും നമ്മൾ ആക്റ്റീവ് ഇൻഡിക്കേഷൻ ചില സ്ഥലങ്ങളിൽ നമ്മൾ ചില ഡോഗുകൾ ചെയ്യാറുണ്ട്, നമ്മളത് അനുവദിക്കാറുണ്ട്. കാരണം ചില ഡോഗുകൾ നമ്മൾ ആക്റ്റീവ് ഇൻഡിക്കേഷൻ കാണിക്കുന്നതിന് നമ്മൾ റിപ്രിമാൻഡ് ചെയ്താൽ, ശാസിച്ചാൽ, അല്ലെങ്കിൽ അതിനെ കറക്ഷൻ ശ്രമിച്ചാൽ അവർ പിന്നെ സ്മെൽ ചെയ്യാനേ പോവില്ല. പ്രത്യേകിച്ച് ഫീമെയിൽ ഡോഗ്. മെയിൽ ഡോഗിൻ്റെ അത്ര ഒരു ഇൻറ്റൻസീവായിട്ട് അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റിയിൽ അതിനെ കറക്ഷൻ നടത്തിയ ഫീമെയിൽ ഡോഗിനെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ വർക്ക് ചെയ്യുന്നതിൽ വിമുഖത കാണിക്കും. ഇതിൽ ആൺ ഡോഗുകളാണോ കൂടുതൽ ഈ ജോലി ചെയ്യാൻ മിടുക്കരെ? അല്ല സാർ, പെൺ ഡോഗുകളാണ്. ശരി, കൂടുതലും പെണ്ണുങ്ങളാണ് അല്ലേ ഈ ഡോഗ് സ്ക്വാഡിലുള്ളത്? അതെ.
അങ്ങനെയില്ല, ആൺഡോഗും ഉണ്ട് ഫീമെയിൽ ഡോഗും ഉണ്ട്. പക്ഷെ വർക്കിൽ നമുക്ക് ഈസി ആയിട്ട് ട്രെയിൻ ചെയ്യാനും അതിൽ പെർഫെക്റ്റായിട്ട് ഈ സാധനങ്ങൾ കണ്ടെത്താനും നമുക്ക് ഫീമെയിൽ ഡോഗാണ് പറ്റിയിട്ടുള്ളൂ. 2 പ്രാവശ്യം നമ്മൾ കേരളത്തിൻ്റെ ചരിത്രത്തിൽ 2 പ്രാവശ്യം ഓൾ ഇന്ത്യ പോലീസ് ഡ്യൂട്ടി മീറ്റിൽ നമുക്ക് മെഡൽ കിട്ടിയിട്ടുണ്ട്. 2018 ഒരു വെള്ളി മെഡലും 2019 ഒരു ഗോൾഡും കിട്ടി. ഈ 2ഉം ഫീമെയിൽ ഡോഗാണ്. അപ്പോൾ അവരെ പഠിപ്പിക്കാനും അവരെ വളരെ ഹാൻഡിൽ ചെയ്യാനും എളുപ്പമാണ്. എത്ര നാൾ കൊണ്ട് ഈ ഒരു ഡോഗ് ഒരു ജോലിയിൽ ഏർപ്പെടാനുള്ള പരിശീലനം പൂർത്തിയാക്കിയിട്ടുണ്ടാവും? നമ്മളത് 9 മാസത്തെ പരിശീലനം കൊടുക്കുക. കാരണം ഈ പട്ടിക്കുട്ടിക്കും ഈ 2 പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും 9 മാസത്തെ പരിശീലനമാണ് നമ്മൾ പെർഫെക്റ്റായിട്ട് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിരുന്നത്. ചില കേസിൽ 10 മാസം എടുക്കും. ഇപ്പോൾ കടാവർ ഡോഗ് എന്നുണ്ട് ഡോഗുണ്ട്, ഈ സെർച്ച് ആൻഡ് റെസ്ക്യൂ ഡോഗ്, മണ്ണിനടിയിൽപ്പെട്ട് കിടക്കുന്ന മരിച്ചുപോയ ആളെ കണ്ടെത്തുന്ന കടാവർ ഡോഗ്, ഹ്യൂമൻ റിമൈൻസ് ഡിറ്റക്ഷൻ എന്ന് പറയും, HRD ഡോഗ്സ് എന്നും പറയും അവരെ. പിന്നെ സെർച്ച് ആൻഡ് റെസ്ക്യൂ ഡോഗ് എന്ന് പറഞ്ഞാൽ ഈ ലാൻഡ് ഡിസാസ്റ്റർ, കെട്ടിടങ്ങൾ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്ന സ്ഥലങ്ങളിൽ ഡൈബ്രിസിൻ്റെ അടിയിൽ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന ജീവനുള്ള ആളുകളെ കണ്ടെത്തുന്ന സെർച്ച് ആൻഡ് റെസ്ക്യൂ ഡോഗുകൾ. ഇവർക്കൊക്കെ 10 മാസം വരെ ചിലപ്പോൾ ട്രെയിനിങ് നീളാം, ചിലപ്പോൾ 12 മാസം വരെ നീളാം. മറ്റേ എക്സ്പ്ലോസീവ് നാർക്കോട്ടിക് ട്രാക്കർ ഡോഗുകളൊക്കെ നമ്മൾ 9 മാസത്തെ പരിശീലനത്തിലാണ് ഇത് പെർഫെക്റ്റ് ആക്കി കൊടുക്കുന്നത്. ഈ 3നും 3 തരം നായ്ക്കളാണോ ഉപയോഗിക്കുന്നത്? അതായത് ഇത് 3നും ഉപയോഗിക്കാവുന്ന രീതിയിൽ നായ്ക്കളെ പരിശീലിപ്പിക്കുമോ, അതോ ഈ ഓരോന്നിനും സെപ്പറേറ്റ് പരിശീലനമാണോ ഇവർ കൊടുക്കുക? സാർ, അതിൽ ആ ചോദ്യം വളരെ കുറച്ച് ഇലാബറേറ്റ് ചെയ്യേണ്ട സംഗതിയാണ്. കാരണം മറ്റൊന്നല്ല, നമ്മൾ നായകൾക്ക് അനുസരിച്ചല്ല ട്രേഡിനനുസരിച്ച് നമ്മൾ നായകളെടുക്കുക. ഇപ്പം ട്രാക്കർ പോകേണ്ട ഡോഗുകൾ എന്ന് പറഞ്ഞാൽ ഇത്തിരി വലിപ്പം, ഇത്തിരി നന്നായിട്ട് ഓടാൻ പറ്റണം. ബീഗിൾ ഡോഗിനെ നമ്മൾ ട്രാക്കർ ഡോഗ് ആക്കാറില്ല. കാരണം ബീഗിൾ നന്നായി സ്മെല്ല് ചെയ്യുമെങ്കിൽ പോലും അത് ഈ ഒരു ബെൽജിയം മാൽനോയ്സോ ജർമ്മൻ ഷെപ്പേർഡോ ഡോബർമാനോ സ്കെയിൽ ചെയ്ത് പോകുന്ന അത്ര ദൂരം ഈ ബീഗിൾ ഡോഗ് പോവില്ല. അതുപോലെ കടാവർ ഡോഗുകളെ നമ്മളിപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് നമ്മൾ ഇന്ത്യൻ ബ്രീഡ് രാജപാളയത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പരിശീലിപ്പിക്കുകയാണ്. കാരണം കടാവർ ഡോഗുകൾ ഇന്ത്യൻ ബ്രീഡുകൾ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ സാഹചര്യത്തിൽ ജീവിച്ചതാണ്. മാത്രമല്ല അവർ വളരെ ലീൻ ടൈപ്പാണ്. അപ്പോൾ അവർക്ക് ഏത് സ്ഥലത്തേക്ക് കൂടി നുഴഞ്ഞു കയറിയിട്ടൊക്കെ പോയി സ്മെൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങളായിട്ട് ഇണങ്ങിയതുകൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ട്രേഡിനനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ഡോഗുകൾ എടുക്കുക. നാർക്കോട്ടിക് ഡോഗിനെ നാർക്കോട്ടിക് പരിശീലിപ്പിക്കാൻ മാത്രമേ എടുക്കുള്ളൂ. എക്സ്പ്ലോസീവ് ഡോഗിനെ എക്സ്പ്ലോസീവ് കണ്ടെത്താൻ മാത്രമേ എടുക്കുള്ളൂ. ഈ കടാവറാണെങ്കിൽ കടാവ് മാത്രമേ എടുക്കുള്ളൂ. ഇപ്പോൾ ഒരു ഡോഗിന് ഏത് കാര്യത്തിലാണ് കൂടുതൽ വൈദഗ്ധ്യം എന്ന് നമ്മൾ എവിടെ വെച്ചാണ് കണ്ടെത്തുന്നത്? സത്യത്തിൽ അങ്ങനെ ഒരു പ്രോസസ്സ് കേരള പോലീസിൽ നടക്കുന്നില്ല. അപ്പോൾ ജില്ലകളിൽ പർച്ചേസ് ചെയ്യുന്ന ഡോഗ് ഒരു ഡോഗിനെ എടുത്തയക്കും, എൻ്റെ ഡോഗിനെ നാർക്കോട്ടിക് ആക്കി തരണം, എൻ്റെ ഡോഗിനെ എക്സ്പ്ലോസീവ് ആക്കി തരണം, അല്ലെങ്കിൽ എൻ്റെ ഡോഗിനെ ട്രാക്കർ ആക്കി തരണം എന്ന് പറഞ്ഞു. സാർ പറഞ്ഞ പോയിന്റാണ് അവിടെ അപ്ലൈ ചെയ്യേണ്ടത്. ഈ പരിശീലന കാലത്തും തുടർന്നും ഈ നായകൾക്കുള്ള ഭക്ഷണക്രമം എങ്ങനെയാണ്? അവർക്ക് ഈ ഭക്ഷണം കൊടുക്കുമ്പോൾ എന്തെങ്കിലും പരിശീലനം കൂടി ആ കൂടെ പോകുന്നുണ്ടോ, അതോ വെറുതെ ഭക്ഷണം കൊടുക്കുന്നുള്ളോ? അതെങ്ങനെയാണ് അതിൻ്റെ രീതികൾ? ഭക്ഷണം കൊടുക്കുന്നത് നമ്മൾ പ്രധാനമായിട്ടും ഡോക്ടറുടെ നിർദ്ദേശാനുസരണമാണ്. നമ്മൾ ഡോക്ടർ ബോഡി വെയ്റ്റിനനുസരിച്ച് ഓരോ തിങ്കളാഴ്ചയും എല്ലാ തിങ്കളാഴ്ചയും നമ്മൾ വെയിറ്റ് നോക്കും. ആ വെയ്റ്റിനനുസരിച്ചുള്ള ഭക്ഷണക്രമമാണ് നമ്മൾ ഡോഗിന് കൊടുക്കുക. ഒരു ഡോഗിന് ഏതാണ്ട് 400-450 രൂപ ഒരു ദിവസം ചിലവ് വരാറുണ്ട്. ഇപ്പോൾ ഭക്ഷണത്തിന് ചിലവ് വരുന്നുണ്ട്. അപ്പോൾ ആ വെയിറ്റ് നോക്കിയതിനനുസരിച്ചുള്ള ഭക്ഷണമാണ് കൊടുക്കുക. അത് കഴിയുന്നതും നമ്മൾ ഒരു നേരം ഡ്രൈ ഫുഡും പാക്കറ്റ് ഫുഡും, അടുത്ത നേരം രണ്ടാമത്തെ നേരം നമ്മൾ കുക്ക്ഡ് ഫുഡും കൊടുക്കും. റൈസും ബീഫും അല്ലെങ്കിൽ റൈസും ചിക്കനും കൂടി ചേർത്ത് കൊടുക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. എന്ന് പറയുന്നത് ഈ പെറ്റ് ഫുഡ് പോലെ പാക്കറ്റ് ഫുഡ്. സാർ പിന്നെ രണ്ടാമതൊരു ചോദ്യം ചോദിച്ചാൽ ഈ ഫുഡ് കൊടുക്കുമ്പോൾ വെറുതെ ഫുഡ് കൊടുക്കുകയാണെന്ന്. അല്ല സാർ, ഫുഡ് കൊടുക്കുമ്പോഴാണ് നമ്മൾ ബേസിക് ഒബീഡിയൻസ് മുഴുവൻ പഠിപ്പിക്കുക. അത് തുടർന്നുള്ള കാലത്തും പരിശീലനം കഴിഞ്ഞു അങ്ങനെ തന്നെയായിരിക്കും? അതെ, അത് ഡോഗർ ഡീകമ്മീഷൻ ചെയ്യുന്നത് വരെ, വയ്യാതാകുന്ന വരെ ഡോഗിന് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് 5 മിനിറ്റ് എടുക്കുള്ളൂ. 5 മിനിറ്റ് ഈ പരിശീലനം മുഴുവൻ ചെയ്യും. അപ്പോൾ ഡോഗ് ഒരിക്കലും അത് മറക്കില്ല. അത് നമ്മുടെ വീട്ടിലാണെങ്കിൽ നമുക്ക് പരിശീലിപ്പിക്കാം. 5 മിനിറ്റ് മതി ഡോഗിനെ പരിശീലിപ്പിക്കാൻ. അത് പറ്റാത്തതുകൊണ്ടാണ് ഡോഗ് മിസ്ബിഹേവ് ചെയ്യുന്നത്. ഈ ഡോഗുകൾക്കെല്ലാം കൃത്യമായ ഒരു രജിസ്ട്രേഷനും അവരുടെ ഒരു റെക്കോർഡ് സൂക്ഷിക്കുന്ന സംവിധാനവും ഒക്കെ കേരള പോലീസിൽ കൃത്യമായിട്ട് പോകുന്നില്ല. ഓരോ ഡോഗിനും നമ്മളൊരു മെഡിക്കൽ ഹിസ്റ്ററി ബുക്ക് ഉണ്ട്. പിന്നെ ഓരോ ഡോഗിനും നമ്മൾ ട്രെയിനിങ് സമയത്ത് തൊട്ട് വർക്ക് ബുക്ക് കീപ്പ് ചെയ്യും. ആ ട്രെയിനിങ് സമയത്ത് ഓരോ ദിവസത്തെ അച്ചീവ്മെൻറ്റും എന്തൊക്കെ മിസ്റ്റേക്കുകൾ പറ്റി, അതിനെന്തെല്ലാം സൊല്യൂഷൻസ് ഉണ്ടാക്കി, എന്തെല്ലാം ഡിസ്ട്രാക്ഷൻ ഉണ്ടായിരുന്നു, അതിനെന്തെല്ലാം കാര്യങ്ങളാണ് ഇൻസ്ട്രക്ടർ പറഞ്ഞത്, അതെന്താണ് ഹാൻഡിൽ ചെയ്തതെന്നുള്ള കാര്യമൊക്കെ അതിൽ വരും. അപ്പോൾ അത് നമ്മൾ മുഴുവൻ ഈ വർക്ക് ബുക്ക്, ഈ മെഡിക്കൽ ഹിസ്റ്ററി ബുക്ക് ഒക്കെ രേഖപ്പെടുത്തി വയ്ക്കും. മാത്രമല്ല എല്ലാ ജില്ലകളിലും അതാത് ജില്ലാ ഡോഗ് സ്കൂളുകളിൽ കൃത്യമായ ഡോഗിൻ്റെ രജിസ്റ്റർ ഉണ്ട്. അതിൽ ഡോഗ് രജിസ്റ്ററിൽ കൃത്യമായ ഡോഗിൻ്റെ നമ്പർ, ഡോഗിൻ്റെ പേര്, അതിൻ്റെ സെക്സ്, അതിൻ്റെ ബ്രീഡ്, അതിൻ്റെ പ്രായം, അതുപോലെ തന്നെ അത് ഏത് ട്രേഡാണ്, എവിടെ ട്രെയിനിങ് തുടങ്ങി, എവിടെ ട്രെയിനിങ് അവസാനിച്ചു, എന്തെല്ലാം അച്ചീവ്മെൻറ്റ്സ് നടപ്പിലാക്കിയിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ രേഖപ്പെടുത്തി വെക്കാൻ വേണ്ട നിർദ്ദേശം കൊടുത്തിട്ടുള്ളതാണ്. നായ്ക്കളെയും മണം പിടിച്ച് പലതും കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ ഇവരെ തടസ്സപ്പെടുത്തുന്ന മണങ്ങളും ഉണ്ടാവില്ലേ? ഇവർക്ക് ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കുന്ന സ്മെല്ലുകൾ, അല്ലെങ്കിൽ ഇവരെ വഴിതെറ്റിച്ചു വിടുന്നത്
അങ്ങനെയൊക്കെയുള്ള സ്മെല്ലുണ്ടാകാറുണ്ടോ? ഉണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഡോഗ് ട്രാക്ക് ചെയ്ത് പോകുമ്പോഴാണ് കൂടുതൽ വരിക. അത് ഈ കുറ്റകൃത്യം നടന്ന സ്ഥലങ്ങളിൽ ആ വീടുകളുടെ അടുത്ത് നിന്ന് കുറ്റവാളി സഞ്ചരിച്ച വഴിയെ പോവുകയാണ്. അപ്പോൾ ആ പോകുന്ന വഴികളിൽ ഈ പറഞ്ഞതുപോലെ ചിലപ്പോൾ അനിമലിൻ്റെ ഫീക്കസ് ഉണ്ടാവാം, ആളുകൾ മറ്റുള്ള ചവിട്ടി വിധിച്ച് പോയിട്ടുണ്ടാവാം. അപ്പോൾ കണ്ടാമിനേറ്റഡ് സ്മെല്ലായിരിക്കാം. അപ്പോൾ നമ്മൾ ട്രെയിനിങ് സമയത്ത് തന്നെ അതിനെ മറികടക്കാനാണ് നമ്മൾ പരിശീലിപ്പിക്കുന്നത്. ഈ മുളക് പൊടി വിതറി എന്നൊക്കെ പറയുന്നല്ലേ? മുളക് പൊടി വിതറുന്നത്, കൗളങ്ങ്, ചാണകം വിതറുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ അവിടെ ട്രെയിനിങ് സമയത്ത് തന്നെ പരിശീലിപ്പിക്കുക. ഇപ്പോൾ ഒരു ടവലാണ് മണം കൊടുക്കുന്നതെങ്കിൽ ആ ടവലിന് മുകളിൽ മുളക് പൊടി വിതറിയിട്ട് നമ്മൾ ആ ടവൽ എടുത്ത് ഒന്ന് കുടയും, എന്നിട്ട് നമ്മൾ മണം കൊടുക്കും. അപ്പോൾ ഈ മുളക് പൊടി ഉണ്ടെങ്കിലും ഈ ഹ്യൂമൻ സെൻറ്റ് ഡിറ്റക്ട് ചെയ്യാൻ പഠിച്ച ഡോഗ് ആ സ്മെല്ല് ഡിറ്റക്ട് ചെയ്യും. അങ്ങനെ നമ്മൾ ഇപ്പോൾ ഈ മുളക് പൊടിയൊക്കെ ആണെങ്കിലും മറികടക്കാൻ ഈ നായ്ക്കൾക്ക് പരിശീലനം കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ പരിശീലിപ്പിച്ച് വെളിയിലേക്ക് വിടുന്നത്. ഈ മഴ പെയ്ത് കഴിയുമ്പോൾ ഈ ഗന്ധം കെട്ടടങ്ങി പോകും. കാരണം ഈ മഴയ്ക്ക് ശേഷം പോലീസ് നായ വന്ന് മണത്ത് നോക്കുമ്പോൾ പ്രതികളെ കിട്ടാതെ അല്ലെങ്കിൽ വഴി തെറ്റിയ പല വഴിക്ക് അലഞ്ഞ് തിരിച്ചു പോകുന്നു എന്നൊക്കെ ഇങ്ങനെ വാർത്തകൾ കാണാറുണ്ടല്ലോ. സാർ, അത് ഹെവി മഴയാണ്. സാധാരണ മഴ പെയ്താൽ നമുക്ക് സെൻറ്റ് റിജുവനേറ്റ് ചെയ്യുള്ളൂ. ശരി. ഇപ്പോൾ നമ്മൾ നടന്നു പോയ ചപ്പും ചവറും പുൽച്ചെടിയൊക്കെ ചവിട്ടി മെതിച്ചിട്ടാണ് കുറ്റവാളി പോയതെങ്കിൽ അത് വെയിലടിക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് വേപ്പറൈസ് ചെയ്ത് പോകും. മഴ പെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി അത് റിജുവനേറ്റ് ചെയ്യുള്ളൂ. പട്ടിക്ക് കൂടുതൽ സ്മെല്ല് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളൂ. മറിച്ചൊരു വെള്ളപ്പൊക്കത്തെ പോലെ വെള്ളം വന്നാൽ മൊത്തം വാഷ് ചെയ്യും, കിട്ടില്ല. അപ്പോൾ ചെറിയ മഴ ഇതിനെ സഹായിക്കുകയുള്ളൂ. അതെ, ചെറിയ മഴ, മഞ്ഞ്, ഏളി മോർണിംഗിൽ, ഈവൻ നൈറ്റിൽ ഒക്കെ തന്നെ സ്മെല്ല് കൂടുതൽ അവിടെ സ്റ്റിക്ക് ഓൺ ചെയ്യാനാണ് സാധ്യതയുള്ളൂ. അപ്പോൾ ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ എത്രയും നേരത്തെ നായ അവിടെ എത്തുക എന്നുള്ളതാണോ ഇതിൻ്റെ പ്രധാന കാര്യം? അതെ സാർ, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അവിടെ അന്വേഷണ ഉദ്യോഗസ്ഥൻ വരുന്ന സമയത്ത് തന്നെ കുറ്റകൃത്യം നടന്ന സ്ഥലത്തേക്ക് ഈ ഡോഗ് സ്ക്വാഡിലെ ഡോഗിനെ കൊണ്ടുവരാനാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. എല്ലാ തെളിവും കഴിഞ്ഞ് സ്മെല്ലൊക്കെ പോയി കഴിഞ്ഞിട്ട് ഡോഗിനെ വിളിച്ചുകൊണ്ട്, പലപ്പോഴും കേസുകൾ അങ്ങനെ സംഭവിക്കുന്നത്, ഡോഗിനെ വിളിക്കാൻ വൈകും. അപ്പോൾ പിന്നെ ആളുകളെ തൃപ്തിപ്പെടുത്താനും അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്തെങ്കിലും തെളിവ് കിട്ടുമെന്ന് നോക്കട്ടെ എന്ന് കരുതിയിട്ടൊക്കെ വിളിക്കും. പക്ഷേ ആദ്യം തന്നെ ചെയ്യുകയാണെങ്കിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ റൈറ്റ് ട്രാക്കിലേക്ക് നയിക്കാൻ ഒരു ട്രാക്കർ ഡോഗിന് നിസ്സംശയം സാധിക്കും. ഫിംഗർ പ്രിൻറ്റും ഈ പറഞ്ഞ ട്രാക്കർ ഡോഗുകളുമാണല്ലോ പ്രധാനമായിട്ട് ഇത്തരം ക്രൈം സീനുകളിൽ നിന്നൊരു ഒരു കൾപ്രിറ്റിനെ, ഒരു പ്രതിയെ കണ്ടെത്താൻ സഹായിക്കുന്നത്. ഇതിൽ പലപ്പോഴും ഫിംഗർ പ്രിൻ്റ് അല്ലേ കുറച്ചുകൂടെ ആധികാരികമായിട്ടും കുറച്ചുകൂടെ സഹായകരമായിട്ടും പലപ്പോഴും മാറാറുള്ളത്? അതെ സാർ, അതായത് ഈ ഫിംഗർ പ്രിൻ്റ്, DNA തുടങ്ങിയതൊക്കെ എക്സാക്റ്റ് സയൻസ് ആണ്. ഈ ഡോഗ് കണ്ടെത്തുന്നത് ഒരിക്കലും എവിഡൻറ്ററി വാല്യൂ അല്ല, ഇൻവെസ്റ്റിഗേറ്റിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന സംഗതിയാണ്, ഒരു സൂചന മാത്രമായിട്ട്. അതായത് പോലീസ് ഉദ്യോഗസ്ഥന്മാർ കുറ്റവാളിയുടെ നിന്ന് മൊഴി എടുക്കുന്നത് പോലെ ഉള്ള ഒരു സാധ്യത. ആ മൊഴിക്ക് കോടതി വാലിഡിറ്റി കൊടുക്കുന്നില്ല. പോലീസ് ഉദ്യോഗസ്ഥന്മാരെ എഴുതിയെടുക്കുന്ന മൊഴിക്ക് കോടതി വാല്യൂ കൊടുക്കുന്നില്ല. അതുപോലെ തന്നെയാണ് ഈ കോടതികൾ ഈ കേസുകളിൽ ഡോഗ് ലീഡ് ചെയ്ത കേസുകളെ ലീഡ് ചെയ്തിട്ടുണ്ട്, അതിന് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറെ സഹായിച്ചു എന്ന രീതിയിൽ മാത്രമേ എടുക്കാറുള്ളൂ. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഡോഗ് ഹാൻഡിലറായിട്ട് കുറച്ച് കാലം ജോലി ചെയ്തിട്ടുണ്ടോ? ഞാൻ 1.5 വർഷക്കാലത്തോളം 2 ഡോഗിനെ ഞാൻ പറഞ്ഞ പോലെ ഹണിയും ജൂലിയയും ഞാനാണ് ട്രെയിൻ ചെയ്തത്. ട്രെയിനിങ്ങിന് ശേഷം ഹാൻഡിലറായിട്ട് ഞാനായിരുന്നു. അപ്പോൾ വേറെ ആരും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് കുറേ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ടൊക്കെ ജോലി ചെയ്തിട്ടുണ്ടാവുമല്ലോ? ഇല്ല സാർ, അത് പോലീസ് അക്കാഡമിയിലെ ഒരു എന്താ പറയുക ഡെമോ ഡോഗുകൾ പോലെയായിരുന്നു. ആ ഡോഗുകളെയാണ് നമ്മൾ ബ്രീഡിങ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഇൻവെസ്റ്റിഗേഷന് പോകേണ്ടി വന്നിട്ടില്ല. ഇൻവെസ്റ്റിഗേഷന് വെളിയിൽ പോകേണ്ടി വന്നിട്ടില്ല. ഞാൻ പരിശീലിപ്പിച്ച ഡോഗുകൾ ഇൻവെസ്റ്റിഗേറ്റിംഗ് അല്ലെങ്കിൽ ക്രൈം സീനിലൊക്കെ പോയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രിയപ്പെട്ട നായ്ക്കൾ ഈ 2 പേര് തന്നെയായിരുന്നോ? ഹണിയും ജോലിയും. അത് ഞാൻ ചെറിയ പ്രായത്തിലെടുത്തതുകൊണ്ട് പിന്നെ 14 കുട്ടികളെ തന്നതുകൊണ്ടും അതിൻ്റെ കൂടെ ആയിരുന്നു. ഇവർക്ക് 2 പേർക്കും കൂടെയാണോ 14 കുട്ടികൾ? അതെ, 2 ഡോഗും പ്രസവിച്ച് 7 കുട്ടികളെ ഇത് കിട്ടി. അവരും പോലീസിൽ തന്നെ തുടർന്നു. അതെ, ആ 14 ഡോഗും പട്ടിക്കുഞ്ഞുങ്ങളും ഇപ്പോൾ നാർക്കോട്ടിക് ഡോഗുകളായിട്ട് വിവിധ ജില്ലകളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ശരി. ഇവരുടെ ഒരു സ്വഭാവത്തിൻ്റെ പ്രത്യേകതയൊക്കെ എങ്ങനെയാണ് ഓർത്തിരിക്കുന്നത്? കാരണം ഈ മനുഷ്യ കുഞ്ഞുങ്ങളെപ്പോലെ തന്നെ ഇവർക്കും ചില സ്വഭാവവിശേഷങ്ങൾ, ചില പ്രത്യേകതകൾ, നമ്മളെ ഇഷ്ടപ്പെടുത്തുന്ന ചില സ്വഭാവ രീതികളൊക്കെ ഉണ്ടാവില്ലേ? ഉണ്ട്. അതിലൊന്നാമത് ഹണിയാണ്. ഹണി ബ്ലാക്ക് ഡോഗാണ്. ഹണിക്ക് പ്രത്യേകത എന്ന് വെച്ചാൽ ബൈക്ക് കണ്ടാൽ ചാടി കയറിയിരിക്കണം. ബൈക്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മളെ പാസിംഗ് ഔട്ട് പരേഡ് ഉണ്ട് നടത്തിയിരുന്നു. ആ പാസിംഗ് ഔട്ട് പരേഡിൽ ബൈക്കിൻ്റെ പുറകിൽ കയറ്റിയിരുത്തിയിട്ടാണ് നമ്മളൊരു പരിപാടി കാണിച്ചത്, ഷോ കാണിച്ചത്. സ്റ്റേഡിയത്തിന് ചുറ്റും ആ ഗ്രൗണ്ടിൽ പരേഡ് ഗ്രൗണ്ടിൽ കാണിച്ചത്. അപ്പോൾ അവൾ അങ്ങനെ പരിശീലിപ്പിച്ചപ്പോൾ ബൈക്ക് കണ്ടു കഴിഞ്ഞാൽ അവളെ ഓടിക്കയറി ചാടിയിരിക്കാൻ എന്നെ കൂടി കൊണ്ടുപോക്കോ എന്ന രീതിയിൽ പറയും. ഈ ജൂലി രണ്ടാമത് ഒരു ദിവസം ഇത്ര ചെറുപ്പത്തിലേക്ക് കിട്ടിയതുകൊണ്ട് തന്നെ അവളൊരു രോഗം ഡിറ്റക്ട് ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അവളൊരു ദിവസം ഞാൻ കാലത്ത് പരിശീലനത്തിന് വന്ന സമയത്ത് പോലീസുകാരെ കൊണ്ടുവന്നു. അപ്പോൾ ഇവിടെ എന്നെ കണ്ട് സാധാരണ രീതിയിൽ എന്നെ ചാടിക്കാറും കെട്ടിപ്പിടിക്കാറും വാലാട്ടി എന്നെ ചുറ്റും നടക്കാറാണ്. അപ്പോൾ പക്ഷെ അന്ന് അവൾ ഭയങ്കര ഡള്ളായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇവിടെ നടത്തിച്ചിട്ടാണോ കൊണ്ടുവന്നോ ഓടിച്ചിട്ടാണോ കൊണ്ടുവന്നതെന്ന് ചോദിച്ചപ്പോൾ അല്ല, ഞങ്ങൾ വണ്ടിയിലാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇവൾക്ക് എന്തോ ഒരു അസുഖം ഉണ്ടല്ലോ, ഇവളാകെ ഡള്ളാണല്ലോ, ഒന്നും മണ്ണുത്തി വെറ്റിനറി കോളേജിൽ കൊണ്ടുപോയി പരിശോധിച്ചോളൂ എന്ന് പറഞ്ഞു.
അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവൾക്ക് കിഡ്നിയിൽ ചെറിയ ഇൻഫെക്ഷൻ ബാധിച്ചിട്ട് അതിൻ്റെ ഒരു അസുഖമായിരുന്നു. ശരി. അത് നമ്മൾ ഈ പോലീസുകാരോട് ഈ പറഞ്ഞ ഫസ്റ്റ് എയ്ഡ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നിങ്ങളുടെ ഡോഗിനെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കണം ഡോഗിന് അസുഖമുണ്ടോ, അത് ആക്റ്റീവ് ആണോ ഇന്നാക്റ്റീവ് ആണോ, അതിന് കാരണം എന്ത് എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പം ഇങ്ങനെ ഈ ഡോഗിനോട് നമ്മൾ അത്ര ബന്ധമുള്ളതുകൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതെ അതെ അതെ, അത് നിരന്തരം നിരീക്ഷിക്കണം. ഡോഗിന് ചെറുപ്പത്തിലേ തൊട്ട് നമുക്ക് ആ ഡോഗിൻ്റെ ശീലങ്ങൾ അറിയണം. എന്താണ് ചെയ്യുന്നത്, നമ്മളെ കാണുമ്പോൾ എങ്ങനെയാണ്, നമ്മൾ വിളിക്കുന്ന സമയത്ത് അറ്റൻറ്റീവ് ആണോ, നമ്മളെ കാണുന്ന സമയത്ത് അലർട്ടാണോ, വാലാട്ടുന്നുണ്ടോ, ഇതൊക്കെ നമുക്ക് ചെറുപ്പം തൊട്ടേ നമുക്ക് മനസ്സിലാക്കാം. ഈ ഡോഗുകൾക്ക് എന്തെങ്കിലും അതൃപ്തി ഉണ്ടായാൽ അവർ പൊതുവെ എങ്ങനെയാണ് പ്രകടിപ്പിക്കുക സാധാരണഗതിയിൽ? സാർ, ഇത്രയും കാലത്തിനിടയിൽ എനിക്ക് അങ്ങനെ ഡോഗുകൾ അതൃപ്തി പ്രകടിപ്പിച്ചായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അതൃപ്തി എന്ന് പറയുന്ന സംഗതി അവരുടെ നിഘണ്ടുവിലുണ്ടോയെന്ന് എനിക്ക് മനസ്സിലാവണില്ല. പാവങ്ങൾക്ക് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ കുറയ്ക്കും, അത് അതൃപ്തി എന്ന് പറയാൻ പറ്റില്ല. ഭക്ഷണം തരൂ എന്ന് പറയുന്നത് മാത്രമാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി കൂടുതലായതുകൊണ്ട് അവർ അതൃപ്തി പ്രകടിപ്പിച്ച് മാറി നിൽക്കുക, അല്ലെങ്കിൽ ഒരു കമാൻഡ് പറയുന്ന ഹാൻഡലറോട് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് കമാൻഡ് ചെയ്യാതിരിക്കുക, അങ്ങനെയൊന്നും ഡോഗുകൾ ചെയ്യില്ല എന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. അത് നമ്മൾ മനുഷ്യൻ്റെ സൈഡിൽ നിന്ന് ചിന്തിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നതാണ് എൻ്റെ ഒരു വിനീതമായ അഭിപ്രായം. ഓക്കെ. ഈ നായ്ക്കളിൽ ഏറ്റവും മനുഷ്യനോട് സ്നേഹം കാണിക്കുന്ന ഇനം ഏതാ? എല്ലാ നായ്ക്കളും സ്നേഹമുള്ളവരാണ്. ആണോ? പക്ഷേ പൊതുവേ ഇങ്ങനെ പറയാറുണ്ടല്ലോ, നായ്ക്കൾ ഇപ്പം എന്താണ് ഗോൾഡൻ റിട്രൈവർ ഒക്കെ പോലുള്ളത് മനുഷ്യരുമായിട്ട് ഭയങ്കര ഇൻറ്റിമസി ഉള്ളതാണ്, അല്ലെങ്കിൽ മറ്റു ചില ഇനം കുറച്ച് അകലം പാലിക്കുന്നതാണ്. നമുക്ക് ഇങ്ങനെ ഈ നായ വിദഗ്ധരിങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിൽ വല്ല കാര്യമുണ്ടോ? അങ്ങനെ തോന്നിയിട്ടില്ല സാർ. ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളൊരു 10-11 ബ്രീഡുകളുണ്ട്. ഈ 550 പ്രാവശ്യം ട്രെയിനിങ് ചെയ്ത ഡോഗുകളിൽ 10-11 ബ്രീഡുകളുണ്ട്. അതിലൊരു ബ്രീഡും ഒരു ഹാൻഡലറോടും അല്ലെങ്കിൽ ഒരു ട്രെയിനറോടും ഇഷ്ടക്കുറവ് കാണിക്കുന്നതായി കണ്ടിട്ടില്ല. അത് പേടി കാണിക്കും. അത് ഏതെങ്കിലും ഒരു ഹാൻഡലർ ഒരു ഡോഗിനെ അമിതമായി ഉപദ്രവിച്ചാൽ ആ ഡോഗ് ആ ഹാൻഡലറെ ഉപേക്ഷിച്ചിട്ട് മറ്റേ ആളെടുത്ത് പോകുന്നത് കാണിട്ടുണ്ട്. ഒരു ഡോഗിന് 2 പേരാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതിൽ ഒരാൾ ഇത്തിരി ഹാർഷായിട്ട് പെരുമാറുന്നതാണെങ്കിൽ അയാളെടുത്ത് പോകുന്ന സമയത്ത് ഡോഗ് പേടിച്ച് പോകുന്നു കണ്ടിട്ടുണ്ട്. അല്ലാതെ മാറി നിൽക്കുക അങ്ങനെ അതൃപ്തി പ്രകടിപ്പിക്കുന്നതായിട്ടൊന്നും നമുക്ക് തോന്നിയിട്ടില്ല. ഈ പരിശീലന കാലത്ത് ഇവർക്ക് ശിക്ഷ കൊടുക്കാറുണ്ടോ? ശിക്ഷ കൊടുക്കാന്ന് പറഞ്ഞാൽ ടൈം ഔട്ട് എന്ന് പറഞ്ഞ ശിക്ഷയാണ്. അത് ഗ്രൂപ്പിൽ നിന്ന് അവരെ മാറ്റി വേറെ എവിടെയും കൊണ്ട് കെട്ടും. 30 സെക്കൻഡ്. ഭയങ്കര പ്രശ്നം അവർക്കത് മനസ്സിലാവും. പിന്നെ അവർ അവിടെ ചെന്നുമ്പോൾ നമ്മളെ എന്തിനാ എന്നെ അവിടെ കൊണ്ട് കെട്ടിയത് എന്നുള്ള രീതിയിൽ നമ്മളെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മളവിടെ പോയി അഴിച്ചു കൊണ്ടുവന്ന ശാന്തനായിട്ട് നിൽക്കും. എന്താ പരിപാടി ചെയ്യേണ്ടത്, ഞാൻ ചെയ്തോളാം. അല്ല, ഇതൊരു ശിക്ഷയായിരുന്നു അവർ മനസ്സിലാവും. കാരണം അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗ്രൂപ്പിൽ നിന്നാണല്ലോ അവർ മാറ്റുന്നത്. നമ്മൾ ഓസ്ട്രാസൈസ് ചെയ്യാന്നൊക്കെ പറഞ്ഞ പോലെ, ഭ്രഷ്ട് കൽപ്പിക്കാന്ന് പറഞ്ഞ പോലെ കുറച്ച് നേരത്തേക്ക് മാറ്റി നിർത്തും. അപ്പോൾ ആ സമയത്ത് കൊണ്ട് കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹാൻഡലർ പിന്നെ അവർ നോക്കുകയില്ല. ഹാൻഡലർ വേറെ സ്ഥലത്തേക്ക് മാറി നിൽക്കും. ആളുടെ അടുത്തേക്ക് പോവില്ല. ആദ്യത്തെ 2 കുറവ് വരയ്ക്കും. ഞാൻ എന്തിനാ ഇവിടെ എന്താ ചെയ്ത് എന്ന രീതിയിൽ ചോദിക്കും. പിന്നെ ഹാൻഡലർ പോയി അഴിച്ചു കൊണ്ടുവന്ന 30 സെക്കൻഡ് കഴിഞ്ഞ് കൊണ്ട് അഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും ആൾ ശാന്തനായി നമ്മുടെ പണി പറഞ്ഞ കമാൻഡ് ചെയ്യുവാണ്. അതാണ് നമ്മൾ ശിക്ഷയായിട്ട് കൊടുക്കുക. ഈ തല്ലും കിഴുക്കലും ഒന്നുമില്ല. നമ്മൾ 99% നമ്മൾ ചെയ്യില്ല. എന്നാൽ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ, ചില ആളുകൾ നമ്മളറിയാതെ ചിലപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. അവർക്കുള്ള പണിഷ്മെൻറ്റ് പോലീസുകാർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പോലീസുകാരെ നമ്മൾ ആ ഡോഗ് സ്ക്വാഡിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. നമ്മളറിയാതെ 1-2 ഇൻസിഡൻ്റ് ഒക്കെ ഉണ്ടായി. അത് നമ്മൾ പിന്നീട് നമ്മൾ മനസ്സിലാക്കി. കാരണം ഡോഗ് അയാളുടെ അടുത്ത് പോകുമ്പോൾ വാലൊക്കെ കാലിനിടയിൽ വെച്ച് പോവാണ്. അപ്പോൾ നമ്മൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി അത് ഭയപ്പെടുന്നു എന്നാണ്. അയാളെ ഭയപ്പെടുന്നതാണ് ഡോഗ് അയാളെ ഭയപ്പെടുകയാണ്. അതായത് ഇതിനകത്ത് ഡോഗിന് ഈ ഹാൻഡലറുമായിട്ട് ഒരു സ്നേഹബന്ധമായിരിക്കണം, ഒരിക്കലും ഭയം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണോ ഇതിനകത്തെ ഒരു പ്രിൻസിപ്പിൾ? അത് ഈ ഡോഗ് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനായിട്ട് ഈ ആൾ മാറണം. എവിടെ വിളിച്ചാലും, എത്ര തിരക്കുള്ള സ്ഥലത്ത് വിളിച്ചാലും, ക്രൗഡിൽ വിളിച്ചാലും പേര് കേട്ടാൽ ഓടി വരണം. നമ്മളതിന് പരിശീലനം കൊടുക്കും. നമ്മൾ 10-30 ഡോഗിനെ നിരത്തി ഇരുത്തിയിട്ട് വിത്തൗട്ട് ലീഷിൽ ഇരുത്തി കഴിഞ്ഞ് സ്റ്റേ പറഞ്ഞിട്ട് ഹാൻഡലറോട് നമ്മൾ ഒരു 100 മീറ്റർ അപ്പുറത്ത് എല്ലാ ഹാൻഡലർമാരോട് പോയി നിൽക്കാൻ പറയും. എന്നിട്ട് ഈ 30 ഡോഗിൽ നിന്ന് ഒരു ഡോഗിൻ്റെ റാംബോ എന്ന് വിളിച്ചാൽ ആ റാംബോ മാത്രമേ വരുള്ളൂ. റാംബോ മാത്രമേ ഈ വിളിച്ച ആളടുത്തേക്ക് വരാൻ പാടുള്ളൂ. അപ്പം അങ്ങനെ ആ പേര് പോലും അത്രയ്ക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ആണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക. ഈ റാംബോ എന്ന് തന്നെ 10-30 പേര് പലയിടത്ത് നിന്ന് വിളിക്കുന്നിടത്ത് നിന്ന് ഇയാളുടെ ഒരു ട്രെയിനർ വിളിക്കുന്ന ശബ്ദം ഐഡൻറ്റിഫൈ ചെയ്ത് അവിടേക്ക് ഈ ഡോഗ് എത്തുമോ? 100% ചെയ്യും. ഡോഗ് ആ കറക്റ്റായിട്ട് അയാളുടെ ശബ്ദം അറിയും. നായ്ക്കൾ ഇങ്ങനെ മനുഷ്യനോട് ഏറ്റവും സ്നേഹത്തോടെ അല്ലെങ്കിൽ നന്ദിയോടെ പെരുമാറുന്ന ഒരു മൃഗമാണ്. മറ്റു മൃഗങ്ങളൊന്നും അത്ര നന്ദിയോടെ പ്രകടിപ്പിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. അതിലേറ്റവും വൈകാരികമായി നമ്മളെ കണ്ണ് നനയിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ ഇതിനകത്ത്? ഉണ്ടായിട്ടുണ്ട്, പലതും ഉണ്ടായിട്ടുണ്ട്. ഒന്നാമത് ഈ ഹണി എന്ന് പറഞ്ഞൊരു ഇതാണ്. ഹണി ആദ്യത്തെ വട്ടം കൺസീവ് ചെയ്തിട്ട് ആ ഡോക്ടർക്ക് തെറ്റുപറ്റിപ്പോയി. സാധാരണഗതിയിൽ 60-63 ദിവസം ആകുമ്പോഴേക്കും ഡോഗ് പ്രസവിക്കണം.
പക്ഷേ ഈ ഡോഗ് പ്രസവിച്ചില്ല. ഈ ഡോഗ് കുട്ടികളൊക്കെ വയറിൽ കിടന്ന് ചത്തുപോയി. ഡോക്ടർക്ക് അപ്പോഴും മനസ്സിലാക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാനൊരു ദിവസം ചെന്ന് നോക്കുന്ന സമയത്ത് ഈ കണ്ണിലൊക്കെ റെഡിഷ് കളർ വന്നു. അപ്പോൾ അത് അണുബാധ ഉണ്ടായി ഈ കുട്ടി മരിച്ചു കിടന്നിട്ട്. അപ്പോൾ അങ്ങനെ തന്നെ ഞാൻ എന്ത് ചെയ്താൽ നേരെ മണ്ണുത്തി വെറ്റിനറി കോളേജിൽ കൊണ്ടുപോയി. അവിടെ അവർ സ്കാൻ ചെയ്ത് പറഞ്ഞു കുട്ടികളൊക്കെ ചത്ത് കിടക്കുകയാണ്, സർജറി നടത്തണം. അങ്ങനെ അത് എടുത്തു. അപ്പോൾ അത് സംഭവം ഡോഗ് എന്നെ കാണുമ്പോഴും വാലാട്ടാണ്. ആ വയ്യാതെ കിടക്കുന്ന ഡോഗും എന്നെ കാണുമ്പോൾ എൻ്റെ കയ്യിൽ നോക്കുന്നു, വാലാട്ടിക്കൊണ്ടിരിക്കുന്നു. എന്നെ കാണുമ്പോൾ തല ഉയർത്തി നോക്കുന്നു. അത്രയും വയ്യാത്ത സ്ഥലത്ത് പോലും എങ്ങനെയെങ്കിലും ഒന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി പറയുക തന്നെയാണ്. ആ സമയത്ത് ഞാൻ കുറച്ചു കാലം ജയിൽ ഡോഗ് സ്കൂളിൽ ട്രെയിനിങ്ങിന് വേണ്ടി മാറി നിൽക്കുകയായിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് ഞാൻ അവിടെ വരുന്നത്. ഒരു ദിവസം ഹണീനെ കാണാൻ വേണ്ടി വരുന്നതാണ് ഞാൻ. അപ്പോഴാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ എന്നിട്ട് മണ്ണുത്തി വെറ്റിനറി കോളേജ് കൊണ്ടുപോയിട്ടാണ് നമ്മളതിനെ സിസേറിയൻ ചെയ്ത് കുട്ടികളൊക്കെ പുറത്തെടുത്ത് ചെയ്തത്. അത് കഴിഞ്ഞ് രക്ഷപ്പെട്ടോ? അത് ഡോഗ് രക്ഷപ്പെട്ടു, കുട്ടികളൊന്നും കിട്ടിയില്ല. ഡോഗ് രക്ഷപ്പെട്ടു. ഡോഗിന് പിന്നെ കുഴപ്പമില്ലാതെ ഡോഗ് വർക്ക് ചെയ്യാനൊക്കെ വന്നു, ഒന്നും കുഴപ്പമില്ലാത്തല്ല. ഈ ഡോഗിന് സാധാരണ ജോലി ചെയ്യാനുള്ള ഒരു ആയുഷ്കാലം എത്രയാണ്? 9 മാസത്തെ ട്രെയിനിങ് കഴിഞ്ഞാൽ 10 കൊല്ലം കൂടി നമുക്ക് കിട്ടും. പക്ഷേ ചില ഡോഗുകൾ ഇതിനിടയിൽ അസുഖം ബാധിച്ച് മരിച്ചും പോകാം. ചിലപ്പോൾ ട്രെയിനിങ്ങിനിടയിൽ ആക്സിഡന്റ് ഉണ്ടായി മരിച്ചു പോകാം. അങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പം അങ്ങനെ 1-2 ഡോഗുകളൊക്കെ അവിടെ മരിച്ചിട്ടുണ്ട്. ആക്സിഡൻ്റായിട്ട് മരിച്ചു, ബോൾ തൊണ്ടയിൽ കുടുങ്ങിയിട്ടൊക്കെ മരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അതല്ലെങ്കിൽ 10 വർഷം വരെ കിട്ടും, അല്ലെങ്കിൽ അസുഖം ബാധിക്കുന്നത്. അതിന് ഇവരുടെ റിട്ടയർമെൻറ്റ് നേരത്തെ തന്നെ തീരുമാനിക്കുമോ ഇത്ര നാളെന്ന്, അതോ ഇവരുടെ പെർഫോമൻസ് നോക്കിയിട്ട് തീരുമാനിക്കുകയാണോ? അല്ല സാർ, അത് അസുഖങ്ങൾ ഡോഗിൻ്റെ വർക്കിൻ്റെ പെർഫോമൻസ്, അവർക്ക് നടക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ സ്മെല്ല് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ മറ്റ് സ്കിൻ ഡിസീസ് പ്രോബ്ലംസ് വരുന്നുണ്ട്. അങ്ങനെയൊക്കെ കണ്ടിട്ട് ഒരു ടീം വന്നിട്ടാണ് ഇതിനെ നിശ്ചയിച്ചിട്ട് ഡീകമ്മീഷൻ ചെയ്യുന്നത്. ഈ ഡീകമ്മീഷൻ ചെയ്ത ഡോഗുകളെ എവിടെയാണ് പാർപ്പിക്കുന്നത്? ഡീകമ്മീഷൻ ചെയ്ത ഡോഗുകൾ പോലീസ് അക്കാഡമിയിൽ, പണ്ടത്തെ കാലത്ത് നമ്മൾ ഡീകമ്മീഷൻ ചെയ്ത ഡോഗുകളെ ഏതെങ്കിലും സന്നദ്ധ സംഘടനകൾ കൊടുക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും താല്പര്യമുള്ള ആളുകൾ കൊടുക്കും. ഇപ്പോൾ 2 പരിപാടിയാണ് ചെയ്യുന്നത്. ഒന്ന്, ആ ഡോഗിൻ്റെ ഹാൻഡലർമാർക്ക് തന്നെ കൊടുക്കാൻ തീരുമാനമായി. അവർക്ക് വീട്ടിൽ കൊണ്ടുപോകാം. വീട്ടിൽ കൊണ്ടുപോയിട്ട് മരിക്കുന്നവരെ അവിടെ നിർത്താം. അതിന് ഡിപ്പാർട്ട്മെൻറ്റ് വേറെ ചിലവൊന്നും കൊടുക്കില്ല. പക്ഷെ മരിച്ചാൽ കൺസേൺഡ് പോലീസ് സ്റ്റേഷനിൽ ആ SHO പോയിട്ട് അവിടെ റീത്ത് വയ്ക്കണം. അങ്ങനെ SOP ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അല്ലെങ്കിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ റിട്ടയർ ചെയ്ത ഡീകമ്മീഷൻ ചെയ്ത ഡോഗുകളെ പോലീസ് അക്കാഡമിയിൽ കൊണ്ടുവന്നിട്ട് അവിടെ ഒരു റിട്ടയർമെൻറ്റ് സെൻറ്റർ, ഡോഗ് റിട്ടയർമെൻറ്റ് സെൻറ്റർ ഉണ്ട്, വിശ്രാന്തി എന്നാണ് പേര്. അവിടെ നമ്മളിത് പാർപ്പിക്കും. അവിടെ നമ്മളൊരു സെമിത്തേരിയൊക്കെ പണിതിട്ടുണ്ട്, 10 കല്ലറകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെയാണോ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തുമുള്ള നായ്ക്കളെ അവസാന കാലം സംരക്ഷിക്കുന്നത്? അതെ, എല്ലാ ജില്ലകളിൽ നിന്നും റിട്ടയർ ചെയ്യുന്ന ഡോഗുകൾ ഇപ്പോൾ അവിടെ കൊണ്ടുവന്നിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ പരിശീലിപ്പിച്ച് വിട്ട നായ്ക്കളിൽ നിന്ന്, അല്ലെങ്കിൽ ഈ ഹാൻഡ്ലേഴ്സിൽ നിന്ന് ഏറ്റവും ഗംഭീരമായൊരു പെർഫോമൻസ് ഉണ്ടായി നമുക്ക് തന്നെ അഭിമാനം തോന്നിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? 70 വയസ്സായ ഒരു സ്ത്രീ ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു. ഒരു 10-28 വയസ്സുകാരൻ പയ്യൻ ഈ സ്ത്രീയെ സെക്ഷലി അബ്യൂസ് ചെയ്യാൻ ശ്രമിച്ചു. സ്ത്രീ ചെറുത്തപ്പോൾ ഇയാൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ കയ്യിലുണ്ടായിരുന്ന വെട്ടുകത്തി കൊണ്ട് മാരകമായി പരിക്കേൽപ്പിച്ചു. ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ആ സ്ത്രീ മരിച്ചുപോയി. ജെറി എന്ന് പറഞ്ഞിട്ട് ഡോഗ് ഉണ്ടായിരുന്നു. ഈ ഡോഗ് ഏതാണ്ട് ഒരു 1.25 കിലോമീറ്റർ ട്രാക്ക് ചെയ്ത് പോയിട്ട് ഈ പ്രതിയുടെ വീട്ടിലേക്ക് നേരെ കയറി ചെന്നു. ഇവരുടെ ഒരു 9 മാസം പരിശീലനം കഴിയുമ്പോഴത്തേക്കും ഈ നായ്ക്കൾ തമ്മിലൊരു വലിയൊരു ബന്ധം ഉണ്ടാവില്ലേ? അതിലൊരു ഡോഗ് ജാൻസി എന്നാണ് പേരെന്നാണ് എൻ്റെ ഓർമ്മ. ഈ ബാച്ചിലെ ഡോഗുകളെ കൊണ്ടുവരാനായിട്ട് ജില്ലകളിൽ നിന്ന് വണ്ടി വന്നു. പക്ഷേ ജാൻസിയെ കൊണ്ടുപോകാൻ മാത്രം വണ്ടി വരാൻ വൈകി. പാസിംഗ് ഔട്ട് പരേഡ് കഴിഞ്ഞിട്ട് ഞാൻ പിറ്റേ ദിവസം കാലത്ത് ഓഫീസിൽ വന്ന സമയത്ത് ഈ പട്ടി ജാൻസി അവിടെ കിടന്നിട്ട് കുഞ്ഞുങ്ങൾ കരയുന്നത് പോലെ ഇങ്ങനെ കുരയ്ക്കല്ല, ഇങ്ങനെ എന്താ പറയാൻ, മൂങ്ങാന്നൊക്കെ പറയും, ഇങ്ങനെ കിടന്ന് മൂങ്ങിക്കൊണ്ടിരിക്കുക. ഡോഗുകളെയും കൊണ്ട് പെട്ടിമുടി ദുരന്തത്തിൽ റെസ്ക്യൂ ഓപ്പറേഷൻ ഞാൻ പോയിട്ടുണ്ട്. പെട്ടിമുടിയിൽ മലയിടിഞ്ഞ് വലിയൊരു ഗ്രാമം തന്നെ മണ്ണിനടിയിലായി പോയ സമയം അല്ലേ? എനിക്കാദ്യം മനസ്സിലായില്ല. വലിയൊരു പാറ, ഒരു ആനയേക്കാൾ വലിപ്പമുള്ളൊരു പാറയിൽ കൈവച്ചിട്ട് അദ്ദേഹം നിൽക്കുന്നത്. അപ്പോൾ സാറ് പറഞ്ഞു, സാർ എവിടെയാണ് ഡെഡ് ബോഡി ഉണ്ടെന്ന് നോക്കണ്ടേ എന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു, ഇതിൻ്റെ അടിയിലുണ്ടാവാൻ സാധ്യതയുണ്ട്. ഞാനവിടെ കരയായിരുന്നു, ഞാൻ അക്ഷരാർത്ഥത്തിൽ പൊട്ടിക്കറിയായിരുന്നു. 10-70 മനുഷ്യർ മണ്ണിനടിയിൽ പെട്ട് കിടക്കുക, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ഒരു വശത്ത് മണ്ണിങ്ങനെ മാന്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ ആരും കണ്ടെത്തുന്നില്ല.